ഒരുപാട് നാൾക്ക് ശേഷം ഞാൻ എൻ്റെ പുതിയ വ്ളോഗായിട്ട് വരികയാണ്. ഇന്ന് ഓണ സെലിബ്രേഷനാണ് ഞങ്ങളുടെ അഷ്ടമുടിയിൽ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് ചെറിയൊരു വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ച് ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. എങ്ങനെയുണ്ട്? പക്ഷെ വർക്കൊക്കെ വന്നിട്ടുണ്ട്. എങ്ങനെയാലും ഞങ്ങൾ സെലിബ്രേറ്റ് ചെയ്യും. ഡാൻസ് കളിക്കാൻ പോവുകയാണ്. പാട്ടൊക്കെ ഹലോ ഗൈസ്, സന്യജി ഹാപ്പിയാണോ പറഞ്ഞാലും? ഇതാണ് ഞങ്ങളുടെ കുഞ്ഞത്തം. ഡാൻസ് കളിക്കേ. പിന്നെതാ ഒരു കോഫി കുടിക്കുന്നത്. എനിക്ക് കസ്റ്റമറുണ്ട്, അങ്ങനെ ഞാൻ കോഫി കുടിക്കാൻ പോണേ. ധന്യ ഇന്ന് അതീവ സുന്ദരിയായിട്ടാണ് ഇരിക്കുന്നത്. ഇതെൻ്റെ കാർത്തിമോൻ, ഇതെൻ്റെ സിമി, ബാക്കിയുള്ളവരെല്ലാം അകത്ത് ഡ്യൂട്ടിയിലാണ്. ഇവിടെ ട്രിവാൻഡ്രത്ത് ഓണമാകുമ്പോഴത്തേക്ക് ഇവിടെ ഫുള്ള് ഇങ്ങനത്തെ വൈബാണ്. വൈകുന്നേരത്തെ വൈബും കൂടെ വീഡിയോ എടുത്തിട്ടാണ്. ഇവിടെ ഫോട്ടോഷൂട്ട് നടത്തുകയാണ് രണ്ടുപേര്, അഞ്ജലിയും അഞ്ജലി ചേച്ചി. ക്യാമറാമാൻ സരദാ ചേച്ചിയാണ്. ഫ്രണ്ട് ഓഫീസിലെ കുട്ടിക്ക് മുഖം കാണിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ചേച്ചൂട്ടാ, ഇത് നമ്മളെ കുട്ടനെ കാണിക്കാൻ എൻ്റെ ഓണം. ഹാപ്പി ഓണമല്ല അരോണേ. ചേച്ചി, അപ്പം നമുക്ക് 3 പേർക്ക് അവിടെ നിന്ന് നമുക്ക് 3 പേർക്കടെ ഞങ്ങൾക്ക് 4 പേർക്ക് കസ്റ്റമർ ഉണ്ട്. അഞ്ജലിക്ക് ഒരു ഫേഷ്യല്, എനിക്കൊരു നാനോ, ചേച്ചിക്ക് നാനോ, കാർത്തിക് നാനോ, പിന്നെ സിനിക്ക് തന്നെ അങ്ങനെ നാനോയൊന്നുമില്ല. അപ്പോൾ ഇന്ന് കുറേ നാൾക്ക് ശേഷം ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ പുതിയ വീഡിയോ കൂടി ഇടാൻ പോവുകയാണ്. എങ്ങനെയുണ്ട് എൻ്റെ ലുക്ക്? ഇത് പിടി, ഇങ്ങനെ പിടി, ഇങ്ങനെ പിടി, താത്ത് പിടി. ഇടണോ? എങ്ങനെയുണ്ട് എല്ലാവരും കമൻറ്റ് പറയണം. കൊള്ളാമെങ്കിൽ കൊള്ളാമെന്ന് പറയണം. അപ്പോൾ ഞങ്ങൾ ഊണ് എത്തിയിട്ടുണ്ട്. പുറത്തു നിന്നാണ് ഓർഡർ ചെയ്തത്. എത്തി ഞങ്ങൾ ഇനിയിപ്പോൾ കഴിക്കാൻ കുറച്ച് പേര് കഴിക്കുകയാണെങ്കിൽ മിക്കുള്ളവർക്ക് വർക്ക് ഉണ്ടായിട്ട് കുറച്ച് പേരാണ് കഴിക്കുന്നത്. ഞങ്ങൾ അഷ്ടമുടി നന്ദാവനം ബ്രാഞ്ച്. ഞങ്ങളുടെ അത്തമാണ്, ഞങ്ങളുടെ അത്ത. മഞ്ചേച്ചി ബിസിയാണ്. അമ്മക്കുട്ടൻ സുന്ദരിയായിട്ടുണ്ട്, സുന്ദരിയായിട്ടുണ്ടല്ലോ. ഇതിൽ ഐബ്രോസ് അടുപ്പിച്ചല്ലേ നമുക്ക്. അങ്ങനെ ഇല വന്നിട്ടുണ്ട്. കാർത്തി ബിസി ആയിട്ട് പോവുകയാണ് നാനോ പ്ലസ് ക്രീം ഇടാൻ. ഞാൻ എട്ടും പാട്ടൊക്കെ എടുത്തതാ. ചിപ്സ് വിളമ്പുന്ന എവിടെ ഇങ്ങോട്ട് വെയ്യ വെച്ചാൽ അങ്ങോട്ട്. ചോറ് തിന്നാൻ പോയിട്ട് പോവുകയാണ്. ചോറ് വിളമ്പുന്ന സരള ചേച്ചിക്ക് മേക്കപ്പ് വന്ന്. ഇനി 2 മണിക്ക് എനിക്കും അഞ്ജലിക്കും മേക്കപ്പ് ഔട്ടുണ്ട്. ധന്യ അങ്ങനെ ചോറ് കഴിക്കാൻ പോവുകയാണ് ഞങ്ങൾ. എല്ലാം ഉണ്ട്. ബാക്കിയുള്ളവരാരും വീഡിയോയിൽ ഇല്ലാത്തതിന് കാരണം ഓരോരുത്തരും ഓരോ വർക്കിൽ നിൽക്കുകയാണ്. അപ്പം ഞങ്ങൾക്കിപ്പോൾ അടുത്ത വർക്ക് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നേരത്തെ കഴിക്കുന്നത്. നേരത്തെ 12:45. സിമി, സരദേജി പാവം ഇരിക്കുന്ന നോക്കിയാണ്. അടുത്തതാണ്ട് പാൻറ്റും കട്ടൊക്കെ ആയിട്ട് ഞങ്ങൾ പോവുകയാണ്. ഇതെൻ്റെ മേക്കപ്പിൻ്റെ ബ്രഷ് ബോക്സ്, ഇതെൻ്റെ മേക്കപ്പിൻ്റെ കിറ്റ്. ഞങ്ങളടുത്ത് റിസപ്ഷൻ ഉണ്ട് വർക്ക്. അത് ചെയ്യാനായിട്ട് കാരിക്കാൻ ഉണ്ടാവും അല്ലേ, അങ്ങോട്ട് പോവുകയാണ്. പക്ഷെ ചേച്ചി ഡ്രസ്സൊക്കെ മാറി. അങ്ങനെ ഞങ്ങൾ മേക്കപ്പിന് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഞാനും അഞ്ജലിയും ഉണ്ട്. കാറിലാണ് പോകുന്നത്. സ്ഥലം എത്താറായെന്ന് തോന്നുന്നു. അങ്ങനെ ഞങ്ങൾ ബ്രൈഡിൻ്റെ വീട്ടിൽ എത്തി. മുസ്ലിം ബ്രൈഡാണ്. അവരിറങ്ങിയിട്ടില്ല. അഞ്ജലിയാണ് ഹെയർ ചെയ്യുന്നത്, ഞാനാണ് ഫേസ് ചെയ്യുന്നത്. ഞങ്ങളിന്ന് ഈ ലുക്കിലേക്കാണ് വന്നത്. ഇനി ഓണത്തിനുള്ള സ്ഥലം മാറിയൊന്നുമില്ല. കുടിക്കാൻ ജ്യൂസ് കിട്ടി. നല്ല പിസ്തയുടെ
അങ്ങനെ താഴെ ഇരുന്ന് മടുത്തപ്പോൾ ഞങ്ങളെ അവർ കയറ്റിക്കൊണ്ട് മേല് വന്നു. നീ കല്യാണപ്പണിയൊന്നും കാണിക്കത്തില്ല, അത് വേറൊരു കാര്യം. അത് കമ്പനി പോളിസിക്കെതിരാണ്. ഒരിക്കലും കാണിക്കരുത്, വേണമെങ്കിൽ ഒരിക്കൽ നിർത്തിയിട്ട് അവസാനം ഒന്ന് മിന്നായം പോലെ കാണിച്ചു. അപ്പോൾ നിൻ്റെ വീഡിയോ ഞങ്ങൾ കാണുന്നുണ്ടെന്ന് വേണമല്ലോ ഉണ്ടാകും. അങ്ങനെ മേക്കപ്പൊക്കെ കഴിഞ്ഞു, ഞങ്ങളത് ഇറങ്ങി. ഇപ്പോൾ സമയം 5:30 അല്ലേ, 5:30 മണി. ഫോട്ടോ എടുക്കാനുള്ള വീഡിയോ എടുക്കാനുള്ള പെർമിഷൻ ഞങ്ങൾക്കില്ല, അതുകൊണ്ട് എടുത്തില്ല. അങ്ങനെ മേക്കപ്പ് കഴിഞ്ഞ് തിരിച്ച് ഷോപ്പിൽ വന്നു. ഷോപ്പിൽ വന്നപ്പോൾ എനിക്ക് പിന്നും ജോലി കിട്ടി. പ്രോഗ്രാം ഒന്നും നടന്നില്ല, തിരക്കായതുകൊണ്ട്. അപ്പോൾ ഇത്രയൊക്കെയുള്ള എൻ്റെ വീഡിയോ. അങ്ങനെ നമ്മുടെ സമാപന ചടങ്ങുകളിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. നാരങ്ങയും ഇതിനാണ് പറയുന്നത്, സ്പൂൺ വിത്ത് നാരങ്ങ, ലെമൺ വിത്ത് സ്പൂൺ വിത്ത് ലെമൺ റൈസ് ലൈറ്റ് ഇടാം എടുത്താണ്. ലെമൺ ആൻഡ് സ്പൂണാണ് നമ്മളിനി അടുത്ത നമ്മുടെ കളി. ഇത്രയും നേരം കസ്റ്റമർ ഉണ്ടതുകൊണ്ട് ഞങ്ങൾക്കൊന്നും കളിക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് ഞങ്ങൾ ഇപ്പോൾ കളി സ്റ്റാർട്ട് ചെയ്യും. അതല്ല, ഞാൻ ഇടും, നിന്നെ ഞാൻ വയറല്ല കൊടി. നമ്മളിപ്പോ ആര് ജയിക്കും നോക്കാം. എല്ലാവരും ഡ്രസ്സ് മാറിയിട്ടുണ്ട്. ഞാൻ മാത്രം രാവിലെ ഇട്ടുകൊണ്ട് വന്ന കുപ്പായിട്ട് നിൽക്കണം, കാരണം ഞാൻ മാത്രം ഡ്രസ്സ് എടുത്തോണ്ട് വന്നില്ല. എല്ലാവരും ഡ്രസ്സൊക്കെ കൊണ്ടാണ് വന്നത്. സാധന സാമഗ്രികളുമായി ഉഷ ഓൺ ദ ഫ്ലോർ. അടുത്ത ഫ്ലോർ ഉണ്ട്. എല്ലാവർക്കും എന്നോട് കളിക്കാൻ പേടി, കാരണം എനിക്ക് ഹൈറ്റ് ഉണ്ടായിട്ട് ഞാൻ കാല് വെച്ചാൽ അങ്ങെത്തുമെന്നാണ് പറയുന്നത്. ഞാനൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കട്ടെ. ഞാൻ ജയിക്കും. അപ്പൊ ലെറ്റ്സ് സ്റ്റാർട്ട്. അപ്പൊ കാർത്തിക അടുത്തതായിട്ട് കസേരക്കളിയാണ്. കസേരക്കളിക്ക് നിങ്ങൾ ആരും കാണാത്ത കസേരകളാണ് ഇവിടെ വലിച്ചു തീർത്തത്. കണ്ടാൽ ഞെട്ടിപ്പോകും. ഇതാണ് കസേര. ഈ കസേരയിൽ എങ്ങനെ കളിക്കുന്നത് എനിക്ക് അറിഞ്ഞൂടാ. ആര് സ്വന്തമാക്കും ഈ ഇരിപ്പിടം? മഞ്ജുവോ ധന്യയോ? ലോറിയലിന്റെ പരസ്യത്തിൽ അഭിനയിക്കുന്ന സുന്ദരിയാണ് ഞങ്ങളുടെ ഇന്നത്തെ മോഡൽ. എല്ലാരും ഉണ്ട് ഇവിടെ. ഇങ്ങനെ സുന്ദരിക്ക് പൊട്ടി തൊടാൻ പോവുകയാണ് ഞങ്ങൾ. അവിടെ കാർത്തിയും ഉഷയും കൂടെ പ്ലാൻ ചെയ്യുന്നത് പറ്റത്തില്ല. ലെവള് അളവെടുക്കുന്ന അവള്. ഈ കറക്കി വിടുമ്പോ അളവൊക്കെ തെറ്റും. അതെ, അഞ്ജലി
എവിടെ സംഭവം ഇവിടെ അരി കണ്ടുപിടാം മതി അങ്ങനെ കണ്ടുപിടിക്കുക. ഇല്ല ഇല്ല കണ്ടുപിടിക്കണേ. അങ്ങനെ തൊടാൻ പാടില്ല. കാർത്തി ആ ആ അത് ഒറിജിനൽ അല്ല, തടവായി ഒറിജിനല്ല. ഇതിന്റെ വെട്ടം ചായ്, ഇതിന്റെ വെട്ടം ചായ്, ഇത് വെട്ട് വെയ്യടേ വെയ്യടേ. ഉഷനെ ഞാൻ കൊല്ലും. ആ ഉഷ കുത്തടി കുത്തിക്കോ. ഉഷയ്ക്ക് വണ്ടി വരും ഇപ്പം. പിന്നെ അല്ല പൊട്ട് തൊടാൻ പോണത് സുന്ദരിക്ക് പൊട്ട് തൊടാന്നോ, സുന്ദരിക്ക് പൊട്ട് തൊടുന്ന വേറൊരു സുന്ദരി. ആ അളവെടുക്കുന്ന മിടക്ക് മിടക്ക് മിടക്ക്. അളവൊന്നും എടുക്കാൻ പറ്റില്ല കേട്ടല്ലേ. വെയ് വെയ്. ആ അതാണ് പെർഫെക്റ്റ്. ഓക്കെ കള്ളി ചേച്ചി വെച്ച് വെച്ച് പെർഫെക്റ്റ്. ഓക്കെ ലക്ഷ്മി വെക്കല്ലേ വെക്കല്ലേ ലക്ഷ്മി ലക്ഷ്മി വെച്ചിട്ട് പോണല്ലേ. ഇതാ ചിപ്പി അറച്ചുകൊണ്ട് നിൽക്കുന്നു ഗൈസ്. ഇതാ ചിപ്പി കറക്റ്റ് അറച്ചുകൊണ്ട് നിൽക്കുന്നു. ആ ചിപ്പി ചപ്പി അല്ല ചപ്പി ചിപ്പി. ഒരാളെങ്കിലും വെക്കണമല്ലോ. യോഹോ നശിപ്പിച്ച് നശിപ്പിച്ച്. പോട്ടെ. എന്നെ നീ കറക്റ്റ് കൊണ്ട് വെച്ചിട്ടാണ് മോളോട്ട് പോയത്. ഇങ്ങനെ മനോഹരമായി തോറ്റിരിക്കുന്നു. പറഞ്ഞിട്ട് കാര്യമില്ല, കറക്റ്റ് കൊണ്ട് വെച്ചതാ. പിന്നെ വീണ്ടേ കൊണ്ടുപോയി വെച്ച്. അടുത്തത് സമാപന ചടങ്ങായിട്ട് ഒരു ഡാൻസ് കൂടെ കളിച്ചിട്ട് ഞങ്ങൾ പിരിയുകയാണ്. തുള്ളൽ കാണാം, തുള്ളൽ. വീഡിയോയിൽ വരുമ്പോൾ തുള്ളൽ കാണില്ല, കാരണം കോപ്പിറൈറ്റ് വരും തുള്ളലിന്റെ പാട്ടിട്ട്. അപ്പോൾ പിന്നെ ഫ്രണ്ടിൽ ബലൂൺ കച്ചവടം ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു, പോയി.
ഇതാണ് ട്രിവാൻഡ്രം തിരക്ക്. ഇന്ന് തിരക്ക് കുറവാണ്, ബിക്കോസ് ഇന്ന് ഓഫീസൊക്കെ ഉള്ള ദിവസമായി.